கர்த்தருக்கு காத்திருக்கிறவர்களே, நீங்கள் எல்லோரும் திடமனதாய் இருங்கள். அவர் உங்கள் இருதயத்தை ஸ்திரப்படுத்துவார். சங்கீதம் 31:24. Be of good courage, and he shall strengthen your heart, all ye that hope in the Lord. Psalms 31:24. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தி இருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமேன். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു പകൽക്കാലം കൂടി കാണാനും സന്തോഷിക്കുവാനും ഈ നിലകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ദൈവമക്കളോടൊപ്പമായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടി നൽകിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഗോഡ്ഗുസ് മിനിസ്ട്രിക്കായി മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ആമയെ കൂടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരോടും എല്ലാ ആമെ വിശ്വാസ കുടുംബങ്ങളോടും കേൾവിക്കാരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധകളെ പ്രാർത്ഥനാപൂർവം തിരിക്കാം. അതേ വിശുദ്ധ വേദപുസ്തകം ആമെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവമക്കളെ സ്തോത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതേ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാൻ സുവിശേഷം 14 മുതൽ നമ്മൾ 1 മുതൽ 14 വരെയും വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം, യേശുവിൻ്റെ ശിഷ്യന്മാരോട് കടന്നു വന്ന സകല ജനത്തോടും കൂടെ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് എൻ്റെ നാമത്തിൽ ചോദിക്കുന്നു ഞാൻ അത് നിങ്ങൾക്ക് നൽകിത്തരും. ശ്രദ്ധിക്കണമേ, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നൽകിത്തരും. വേദപുസ്തകം പറയുന്നു, ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമാർത്ഥമായി ചെയ്യാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്കത് നൽകിത്തരും എന്ന് ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദത്ത വചനം കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാഗ്ദത്ത വചനം കൈമാറുമ്പോൾ ആ വാഗ്ദത്ത വചനത്തിനകത്ത് ഒരു ആത്മീയ സ്തോത്രം വാഗ്ദത്തം നിറഞ്ഞു നിൽക്കുന്നത് ശ്രേഷ്ഠമായി നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം വേദപുസ്തകത്തിൽ സ്തോത്രം ജോലി ചോദിച്ചാൽ, വീട് ചോദിച്ചാൽ, ഒരുപക്ഷേ സ്തോത്രം രോഗത്താൽ നാം ആയിരിക്കുന്നു,
സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം നമുക്ക് തരും. ഒരുപക്ഷെ കടഭാരത്താൽ ആയിരിക്കുന്നു, കടങ്ങൾ തീർക്കേണ്ട മുഖാന്തരങ്ങൾ ഒരുക്കും. സ്തോത്രം. ഏത് കാര്യം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ, സ്തോത്രം, ദൈവം അത് നൽകിത്തരും. എന്നാൽ ഇവിടെ സ്തോത്രം 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ സ്തോത്രം ദൈവത്തോട് ചോദിക്കുന്നത് എപ്രകാരമായിരിക്കണം? വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിക്കണം. വിശ്വാസത്തോടെ ചോദിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അത് ആർക്കുണ്ടായി? അത് സ്തോത്രം വേദപുസ്തകം വിളിച്ചു പറയുന്നു, അത് അബ്രഹാമിന് ഉണ്ടായി. ആ വിശ്വാസം ഉണ്ടായി. എന്താ വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. സ്തോത്രം. നിങ്ങൾ എന്റെ നാമത്തിൽ മറക്കരുത് നമ്മുടെ വിഷയം. സ്തോത്രം. എന്തു ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന് പവറോടെ, ശക്തിയോടെ, അധികാരത്തോടെ, കൃപയോടെ സ്തോത്രം പറഞ്ഞ് ഉറപ്പിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ആ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അത് സ്തോത്രം നൽകി തരാൻ കഴിവുള്ള കർത്താവ് യേശുവിന്റെ കരം നമ്മളോട് കൂടെ ഈ പ്രഭാതത്തിൽ ഉണ്ട്. സ്തോത്രം. നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ വേദനകളെ, നാം അനുഭവിക്കുന്ന കണ്ണുനീരുകളെ ഒപ്പാൻ കർത്താവ് സ്തോത്രം മതിയായവൻ. അതുകൊണ്ട് വേദപുസ്തകം അബ്രഹാം വിശ്വസിച്ചിരുന്നു. എങ്ങനെ? മെസൊപ്പൊത്താമിയയിൽ കൽകിയുടെ ഊരിൽ തേരക്കിന്റെ മകനായി ജനിച്ചു വളർന്ന അബ്രഹാം ദൈവത്തിന്റെ പരമ വിളിക്ക് ഇറങ്ങിത്തിരിച്ചു. സ്തോത്രം. ഇറങ്ങിത്തിരിച്ച് ദൈവസനിൽ സമർപ്പിച്ച് വിശ്വസിപ്പാൻ ഇടയായി. എന്താ വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നിങ്ങൾ എന്ത് എന്റെ നാമത്തിൽ ചോദിച്ചാലും തരുമെന്ന് അരുളിച്ചത് യേശുവിനെ, സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു അബ്രഹാം. വിശ്വസിച്ചിറങ്ങിത്തിരിച്ചു. നോക്കണമേ ദാസന്മാരെ, ആട്ടുകൊറ്റന്മാരെ ദൈവം സ്തോത്രം കൊടുത്ത് ബഹുസമ്പന്നനാക്കി ദൈവം വച്ചിരിക്കുമ്പോൾ 75 വയസ്സിൽ വിളിച്ചു. പക്ഷേ സ്തോത്രം നീണ്ട 25 വർഷങ്ങൾ വായ്ത്തത്വത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നാലും വിശ്വാസത്തിൽ പലപ്പോഴും ചില സംശയങ്ങൾ, ചില ചിന്താകുലങ്ങളൊക്കെ വന്നേക്കാം. സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം നിന്നെ കൈവിടുകയുന്ന ദൈവമല്ല. സ്തോത്രം. ഒരിക്കലും വലിച്ചെറിഞ്ഞ് കൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ വായ്ത്തത്വ നിയോഗങ്ങളെ ദൈവം നമ്മളെ മേൽ സ്ഥാപിപ്പാൻ മതിയായ കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മളെ വിളിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. അങ്ങനെ അബ്രഹാമിന് ആ വലിയ സ്തോത്രം ബോധ്യമുണ്ടായി. അബ്രഹാമിന് ആ ബോധ്യം വന്നപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. 100-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ സ്തോത്രം, കടൽ തീരത്തെ മണൽ തരികളെ പോലെ നിന്നെ ഞാൻ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തെ അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഈ പൽക്കാലം ദൈവമക്കളോട് പറയുകയാണ്, നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ, ദൈവം വിളിച്ചു വേർതിരിച്ച നമ്മൾ, ദൈവത്തിന്റെ വേല ചെയ്യുന്ന നമ്മൾ, സ്തോത്രം, നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. കാര്യം നമ്മൾ എന്ത് ചോദിച്ചാലും നൽകിത്തരാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഒരുപക്ഷേ നമ്മളെ സ്തോത്രം നോക്കണമേ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ ഇവരൊക്കെ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കും. നമ്മളെ കാണുന്ന, അറിയുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, സ്തോത്രം, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചോദിച്ചാലും നൽകിത്തരും. അത് വിശ്വാസത്തോടെ അബ്രഹാം സ്തോത്രം നീതീകരിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവത്തോട് നമ്മൾ എന്ത് ചോദിക്കുന്നോ അത് വിശ്വാസത്തോടെ ചോദിക്കുക. അത് നമ്മൾ വിശ്വസിക്കുക. എനിക്കത് ലഭിക്കും, ആ ജോലി ലഭിക്കും, ആ വീട് ഞാൻ പണിയും, ആ ദേശം ഞാൻ പിടിച്ചെടുക്കും, ആ വാഹനം ഞാൻ വാങ്ങും, അതേ എന്റെ കടഭാരങ്ങൾ തീർക്കും, എന്റെ രോഗക്കിടക്കെന്ന് ദൈവം എന്നെ സ്തോത്രം എഴുന്നേൽപ്പിക്കും. ഇന്നിരിക്കുന്ന സാഹചര്യങ്ങൾ നോക്കി പറയുക. ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് ഇരുളടഞ്ഞ സാഹചര്യമായിക്കോട്ടെ പറയുക, കർത്താവ് ഈ സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അബ്രഹാമിനെ പോലെ നമ്മൾ വിശ്വസിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് നൽകി തരും. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, സ്തോത്രം, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമുക്ക് സ്തോത്രം എങ്ങനെയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരാണ്. ആരും ദൈവത്തെ പ്രാർത്ഥിക്കാത്തവരെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി, തമിഴിൽ പറയുന്നത് പോലെ അഴുകി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ വിഷയത്തിനാണ് ദൈവം സ്തോത്രം തത്സമയത്ത് മറുപടി തരുന്ന ഒരു വിഷയം.
അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ എന്ത് ചോദിച്ചാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരും. സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആർപ്പോടെ കൊയ്യുവാൻ കഴിയും. 126 സങ്കീർത്തനം 5 വാക്യത്തിൽ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. ആരൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ കരഞ്ഞ് അഴുകി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ വിഷയത്തെ സ്വർഗം ഏറ്റെടുത്തു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്ക്. പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. യേശു സ്നേഹിച്ചിരുന്ന അന്തി ഉറങ്ങിയിരുന്ന ലാസറിന്റെ ഭവനത്തിൽ കടന്നു പോകുകയാണ്. ലാസർ മരിച്ചിട്ട് 4-ാമത്തെ ദിവസം യേശു കടന്നു പോകുമ്പോൾ സ്തോത്രം, മാർത്തയും മറിയും വന്നിട്ട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയും മറിയും വന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഗുരുവേ, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ മരിക്കില്ലായിരുന്നു. അവനെ വച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ട് യേശു കർത്താവ് സ്തോത്രം, യേശു കർത്താവ് ചോദിച്ചു, അവനെ വച്ച സ്ഥലം എവിടെ? എന്നാൽ യേശുവിനെ സ്തോത്രം കൊടുത്ത മറുപടി സ്തോത്രം, ദേവൻ നാറ്റം വെച്ചുപോയി. അവൻ നാറ്റം വെച്ചുപോയി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രവൃത്തിയിൽ വലിയവനാ ദൈവം. നീ എന്ത് ചോദിച്ചാലും നിനക്ക് നൽകി തരുന്ന കർത്താവ് ലാസറിന്റെ കല്ലറക്കൽ ചെന്നു നിന്ന് കണ്ണുനീർ വാർത്തു. ദൈവം കരഞ്ഞ് അഴകി പ്രാർത്ഥിപ്പാൻ ഇടയായി. നിനക്ക് വേണ്ടി സ്തോത്രം, മുഖം മറക്കുന്ന ദൈവമല്ല. സ്തോത്രം. നോക്ക്, നിനക്ക് വേണ്ടി നേരെ നിന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, കരയുന്ന, നിന്റെ അടുക്കൽ ഏത് പ്രതിസന്ധിയിലും ഏത് ദുഃഖകരമായ അനുഭവത്തിലും നിന്റെ അടുക്കൽ വന്ന് ഒരമ്മയേക്കാൾ, ഒരപ്പനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, ദേശത്തിലെ പ്രിയപ്പെട്ടവരെക്കാൾ നിന്നെ താങ്ങി കോരിയെടുത്ത് സ്തോത്രം വഴി നടത്തുന്ന കർത്താവ് യേശു ക്രിസ്തു നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരകനാണ്. വിട്ടുകൊടുക്ക്, സമർപ്പിക്ക്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തീരുമാനമെട്. കർത്താവ്, ഇന്നലെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചില്ല, ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്കിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ നീ എൻ്റെ മേൽ ഈ 2024 എൻ്റെ മാസത്തിൽ ഞാൻ ഈ 19-ാം തീയതി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കൃപ എൻ്റെ മേൽ പകരണം. അനേകർക്ക് വേണ്ടി കരയുവാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി കരയുവാൻ, എൻ്റെ പ്രശ്നങ്ങൾ കണ്ടു മാറി നിൽക്കുന്ന അനുഭവത്തിലല്ല, കരയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, റോസിന്റെ ഭവനത്തിൽ 12 വയസ്സുകാരിയെ മകൾ മരിക്കുമ്പോൾ അവിടെ യേശു കരയുവാനിടയായി. സ്തോത്രം. കരഞ്ഞ ഭവനത്തിൽ വിടുതൽ തൽസമയത്ത് പുത്രൻ ക്രിസ്തുവിലൂടെ അവർ കാണാൻ ഇടയായെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് നൽകിത്തരും. 1 വിശ്വാസം, 2 പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രാർത്ഥന സ്തോത്രം സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹന്ന അതിരാവിലെ എഴുന്നേറ്റ് ചെന്ന് സ്തോത്രം മനുഷ്യരൊക്കെ മുറിവേൽപ്പിച്ച് വേദനയേൽപ്പിച്ച് ദുഃഖകരമായ അനുഭവത്തിൽ പോകുന്ന ഹന്ന ഇതേ സ്തോത്രം നോക്ക്, രാവിലെ ചെന്ന ആലയത്തിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടെ ഇറങ്ങി ചെന്നിട്ട് സ്തോത്രം ദൈവം പറഞ്ഞു, നീ കരയണ്ട, നീ കരയണ്ട, നീ കരയണ്ട. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആർപ്പോടെ കൊയ്യാൻ കഴിയും. അടുത്ത വർഷം ഈ സമയം ഒരു ആൺതരിയെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. ഏലി പുരോഹിതൻ അവൾ കരയുന്നത് കണ്ടിട്ട് അവളെ ആക്ഷേപിച്ചോ. ലോകം നിന്നെ ആക്ഷേപിച്ചേക്കാം. പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ ഒക്കെ അനേകരെ നിന്ദിച്ചേക്കാം, പരിഹസിക്കാം. പക്ഷേ സ്തോത്രം, നീ എന്ത് ചോദിച്ചാലും നിനക്ക് നൽകി തരുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. അവൻ നിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തും. അവൻ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക്, അവൻ നിന്റെ തലമുറയുടെ അവസ്ഥകൾക്ക്, അവൻ നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ വിശാലത വരുത്തി എന്തു ചോദിച്ചാലും നിനക്ക് നൽകി തരും. നോക്ക്, ഹന്നയ്ക്ക് ഒരു സന്തതിയെ കൊടുത്തു. കരയണ്ട എന്ന് പറഞ്ഞു. ഹാദറിനെയും ഇസ്മായിലിനോടും ഹാദറിനോട് പറഞ്ഞ കരയണ്ട, നിനക്ക് ഒരിക്കലും വറ്റി പോകാത്തൊരു ഉറവ തുറന്നിട്ടുണ്ട്. 2024 വിശ്വസിക്കുക, ഒരിക്കലും വറ്റി പോകാത്തൊരു ഉറവ നമ്മുടെ കണ്ണുനീരിന്റെ മുമ്പിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം തുറക്കും. കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി വരും. അതുകൊണ്ട് 1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ ദൃശ്യം. അതേ വിശ്വാസികളുടെ പിതാവായി അബ്രഹാം കാണാത്ത കാര്യങ്ങളെ കുറിച്ച് വിശ്വസിച്ചതുകൊണ്ട് ദൈവമനെ അനുഗ്രഹിച്ച് അവന്റെ തലമുറയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. 2 പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വെറും പ്രാർത്ഥനയല്ല, കണ്ണുനീരോടെ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും, സ്തോത്രം ഒന്ന് പാടാൻ എഴിച്ചാലും, ഒന്ന് സ്തോത്രം പ്രസംഗിക്കാൻ എഴിച്ചാലും, നമ്മളൊരു വിഷയത്തിന് വേണ്ടി, ഒരു രോഗിക്ക് വേണ്ടി
ഓ സ്തോത്രം, ആമേ, ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അഭിഷേകത്തിന് തക്കതായ മറുപടി കിട്ടും. അതിലൊരു വിജയമുണ്ട്. സ്തോത്രം. എന്നാൽ ആമേ, യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. 120 പേർ മാർക്കോസിന്റെ സിഗിയന്മാരിൽ അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 1:8 വിളിച്ചു പറയുന്നു, ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ പാർപ്പൻ. ആമേ, യെരൂശലേമിൽ സ്തോത്രം നോക്കണമേ, മാർക്കോസിന്റെ സിഗിയന്മാരിൽ 120 പേർ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് തന്നെ ആമേ 18,000 പേർ ആമേ യെരൂശലേമിൽ ഇരിക്കുന്നു, കാത്തിരിക്കുന്നു. പക്ഷേ 120 പേർ ഇരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു. അവരെന്ത് ചോദിച്ചു? ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ആ കാൽവരിയിൽ ഒഴുകിയ, ആ ക്രൂസിലൂടെ ഒഴുകിയ താരതാര ഒഴുകിയ രക്തം, സ്തോത്രം, അതെന്റെ ആമേ കുടുംബത്തിന്, എന്റെ തലമുറയ്ക്ക്, എന്റെ ദേശത്തിന്റെ ശാപത്തിന്, പാപത്തിന്, കഷ്ടതകൾക്ക്, വേദനകൾക്ക് ഒരു നീക്കുപോക്കുണ്ടാക്കി. അതുകൊണ്ട് സ്തോത്രം, ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി ഒരു കാത്തിരുന്നു. പത്രോസ് ഒന്നാമനായി ശക്തി ലഭിച്ച് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാനിടയായി. അവിടെ 120 പേരും ആത്മാവിൽ നിറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവരെ മേൽ ഇറങ്ങി വന്നു. അവർ ചോദിച്ചത് തന്നെ അവർക്ക് നൽകി. ദൈവം മാനിപ്പാനിടയായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. 3 വിഷയങ്ങൾ പറഞ്ഞു. ഈ 3 വിഷയങ്ങളും സ്തോത്രം ധ്യാനിച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ഈ വർഷത്തിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തും ചോദിച്ചാലും ദൈവം നമുക്കത് തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ നല്ല കർത്താവേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കാണാനും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് കേൾക്കുവാൻ ദൈവമേ, ഞങ്ങൾ എന്ത് അവിടുത്തെ നാമത്തിൽ ചോദിച്ചാലും നീ നൽകിത്തരാം. അതെങ്ങനെ? വിശ്വാസത്താൽ. അതെങ്ങനെ? കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാൽ അത് നൽകിത്തരും. സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ ചോദിച്ചാൽ അവിടുത്തെ ആത്മാവിനെ തരും. അവിടുത്തെ ശുശ്രൂഷ ചോദിച്ചാൽ ശുശ്രൂഷ തരും. വീട് ചോദിച്ചാൽ, ജോലി ചോദിച്ചാൽ, എന്ത് ചോദിച്ചാലും നൽകിത്തരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. അത് ദൈവമെല്ലാം നൽകിത്തരും. മിനിസ്ട്രിയുടെ സാധകനായി ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കുമായി സ്തോത്രം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലും ഞെരുക്കത്തിലും കണ്ണുനീരില് രോഗദുഃഖങ്ങളായിരിക്കുന്നവരുടെ നടുവിൽ വചനമയച്ചു വിടുവിക്കും, അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. ജീവനുള്ള നല്ല പിതാവേ, ആമേ, ആമേ. ആദിയും അന്തമും ആൽഫ ഒമേഗാവും, ആദിയും അന്തമും ആൽഫ ഒമേഗാവും, പരലോകിൽ അവർ നാമം. ആമേൻ. എൻ പരിഹാരിയാനാരേ. ആമേൻ. പരലോകിൽ അവർ നാമം. ആമേൻ. എൻ പരിഹാരിയാനാരേ. ആമേൻ. அழிவில்லை, அது எல்லாமே செயலாகும். அவர் வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். அவர் உங்களுக்கு சொன்ன எல்லா வார்த்தைகளும் செயல்பாட்டுக்கு வரப்போகிறது. எஸ். சங்கீதம் 91. உன்னதர் மறை உண்டு, நமக்கு வல்லவர் நிழலுண்டு. உன்னதர் மறை உண்டு, நமக்கு வல்லவர் நிழலுண்டு. பொல்லாப்பு நேராது. ஆமேன். ஒரு வாதையும் அணுகாது. ஆமேன். பொல்லாப்பு நேராது. ஆமேன். ஒரு வாதையும் அணுகாது. ஆமேன். அழிவில்லை, அது எல்லாமே செயலாகும். ஓ, வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். ஏசாயா 53. பாடுகள் ஏற்றாரே, நம் துக்கங்கள் சுமந்தாரே. பாடுகள் ஏற்றாரே, நம் துக்கங்கள் சுமந்தாரே. தழும்பாலே குணமானோம். ஆமேன். பலவீனம் நமக்கில்லை. ஆமேன். அவர் தழும்பாலே குணமானோம். ஆமேன். இனி பலவீனம் நமக்கில்லை.
ஆமென். ஆ, 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 ஆமென். ஆ, 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 ஆமென். வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். அவர் வார்த்தைக்கு அழிவில்லை, ஆமென், அது எல்லாமே செயலாகும். சங்கீதம் 126. சிறையிருப்பை திருப்புவார், நம்மை நகைப்பாலே நிரப்புவார். ஓ, சிறையிருப்பை திருப்பினார், நம்மை நகைப்பாலே நிரப்பினார். கண்ணீரோடு விதைத்தோமே, ஆமென், இனி கம்பீரத்தோடு அறுப்போமே, ஆமென். கண்ணீரோடு விதைத்தோமே, ஆமென், இனி கம்பீரத்தோடு அறுப்போமே, ஆமென். ஆ, 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 ஆமென். ஆ, 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 ஆமென். வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். அவர் வார்த்தைக்கு அழிவில்லை, ஆமென், அது எல்லாமே செயலாகும். We are a new creation in Christ Jesus. நமக்கு மரபியல் வியாதி இல்லை. We do not have any genetic disorders or sickness. Our DNA has changed. மரபியல் வியாதி இல்லை, நம் மரபணுக்கள் மாறிற்றே. மரபியல் வியாதி இல்லை, நம் DNA மாறிற்றே. சிலுவையில் பிறந்தோமே, ஆமென், ஒன்றும் நிலுவையில் இல்லையே, ஆமென். சிலுவையில் பிறந்தோமே, ஆமென், ஒன்றும் நிலுவையில் இல்லையே, ஆமென். ஆ, 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 ஆமென். ஆ, 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 ஆமென். Go. ஆ, 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 ஆமென். ஆ, ஆ, ஆமென். வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். அவர் வார்த்தைக்கு அழிவில்லை, அது எல்லாமே செயலாகும். ஆமென்.